എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ് ചെയ്യുന്നത്, സേമിയ ബിരിയാണി. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാനിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് 2 കപ്പ് സേമിയ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഈ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 സവോള ചെറുതായി കട്ട് ചെയ്തതും 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 4 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ വെജിറ്റബിൾസ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്ത് ഈ വെജിറ്റബിൾസിലോട്ട് പിടിക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം വറ്റിച്ച് ഇത് നന്നായിട്ടൊരു കുഴഞ്ഞ പാകത്തിലാക്കിയെടുക്കണം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തൊടയും, ഉള്ളിയൊക്കെ നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് കുക്കാവും. ഇപ്പോൾ ഇത് വെള്ളമെല്ലാം വറ്റി നല്ല പാകമായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് സേമിയയ്ക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച് സേമിയയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് മൂടി വെച്ച് ചെറിയ തീയിലിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ച നട്ട്സും കിസ്മിസും ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊട്ടും കുഴഞ്ഞു പോയിട്ടില്ല, ഒട്ടലില്ലാതെ നല്ല വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്